പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഫേസ്ബുക്ക് പേജിലൂടെ ദൈവവചനം സംസാരിക്കാനായിട്ട് കർത്താവ് ഒരുക്കിയ ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനാ ധ്വനിയുടെ ഈ പ്രവർത്തനങ്ങളെ ഓർത്തും കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ ചുമതലക്കാരായ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. വിശേഷാൽ പാസ്റ്റർ ബെൻസൺ ഡാനിയേൽ, അദ്ദേഹത്തോടൊത്ത് പ്രവർത്തിക്കുന്ന മറ്റ് കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ, അതുപോലെ തന്നെ വിവിധയിടങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ ഈ പ്രാർത്ഥനാ ധ്വനിയുടെ പങ്കുവഹിക്കുന്ന പ്രിയപ്പെട്ടവർ, അവരെല്ലാവരെയും ഓർക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകൾക്കും ധാരാളമായി ദൈവം പ്രതിഫലം തരികയും ഈ ശുശ്രൂഷകളാൽ അനേകർക്ക് വിടുതലും അനുഗ്രഹവുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവിന് സ്തോത്രം. ഈ ദിവസങ്ങളിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ സംസാരിപ്പാൻ തന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് ഉള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ദൈവത്തിന്റെ ദാസന്മാരിലൂടെ സന്ദേശങ്ങൾ കേൾക്കുവാൻ കർത്താവ് നമുക്ക് അവസരം ഒരുക്കി. ഇന്ന് രാത്രിയിലും അല്പസമയം ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ഞാൻ ഈ കർത്താവിൽ ശരണപ്പെടുകയാണ്. ആധാരമായിട്ട് നമുക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 34, 35, 36 വാക്യങ്ങൾ വായിക്കുന്നു. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന് മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. ഈ വചനത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമുക്കൊരു നിമിഷം ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇങ്ങനെ ദൈവം ഒരുക്കിയ ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രാർത്ഥനാ ധ്വനി ഫേസ്ബുക്കിലൂടെ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. തുറന്ന് കർത്താവിന്റെ വചനം ഞങ്ങൾക്ക് അനുഗ്രഹമായിരിക്കട്ടെ. വചനത്തിന്റെ ആഴങ്ങൾ ഞങ്ങൾക്ക് തരണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. വിശുദ്ധ തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ ദൈവവചനത്തിന്റെ സൂചനകൾ അല്ലെങ്കിൽ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നതായ ചില പാഠങ്ങൾ, ചില മുന്നറിയിപ്പുകൾ, ഇതൊക്കെ നമ്മൾ പഠിച്ച് കുറച്ച് ജ്ഞാനം പ്രാപിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി കർത്താവിന്റെ വരവിന് വേണ്ടി അല്ലെങ്കിൽ നിത്യതയ്ക്ക് വേണ്ടി നമ്മെ ഒരുക്കുക, അതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമുക്ക് പഠിപ്പാൻ കഴിയും. ഒന്നുകൂടി പറഞ്ഞാൽ, the word of the Lord is not given for our information but for our transformation. ദൈവവചനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് നമ്മുടെ അറിവിന് വേണ്ടിയല്ല. ഇപ്പൊ ഉദാഹരണം, ലോകത്തിൽ കർത്താവിന്റെ വരവിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് കർത്താവ് ചില കാര്യങ്ങൾ പറഞ്ഞു. അത് പഠിച്ച് തീസിസ് എഴുതുന്നതിനേക്കാൾ അത് മനസ്സിലാക്കി വരവിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തോടനുബന്ധിച്ച് വിദ്വാൻമാർ വന്ന ആദ്യം അവർ കൊട്ടാരത്തിലെത്തി. ഉടൻ തന്നെ ഹെരോദാവ് മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും വിളിച്ചുകൂട്ടി.
വിളിച്ചുകൂട്ടിയ ശേഷം എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും പേരെയല്ല, വിളിക്കാവുന്ന പരമാവധി ശാസ്ത്രിമാരെയും പുരോഹിതന്മാരെയും വിളിച്ചു എന്നാണ് സുവിശേഷത്തിൽ വായിക്കുന്നത്. ഒരു വലിയ മീറ്റിംഗ് കോൺഫറൻസ് വിളിച്ചുകൂട്ടിയിരിക്കുക. അവരോട് ചോദിച്ചു, ക്രിസ്തു എവിടെ ജനിക്കും? ഉടനെ അവര് കാര്യങ്ങളൊക്കെ പറഞ്ഞു. യേശു ബെത്ലഹേമിലാണ് ജനിക്കേണ്ടത്. ഇന്നത്തെ പോലെ റെഫറൻസ് ഗ്രന്ഥങ്ങളൊന്നുമില്ല, പക്ഷെ അത്രത്തോളം അറിവ് അവർക്ക് വചനത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് പറഞ്ഞു കൊടുക്കുകയല്ലാതെ ആ കർത്താവിനെ ഒന്ന് പോയി കാണാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർക്ക് എവിടെ ജനിക്കും, എങ്ങനെ ജനിക്കണം, ഇതൊക്കെ അവർക്കറിയാം. പക്ഷേ കർത്താവിനെ കാണാൻ കഴിഞ്ഞില്ല, കർത്താവിനെ അറിയുവാൻ കഴിഞ്ഞില്ല, കർത്താവിനെ അനുഭവിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമുക്ക് അറിവ് നല്ലതാണ്, നമുക്ക് അറിവ് ആവശ്യമാണ്. പക്ഷേ അത് കർത്താവിന് വേണ്ടി ഒരുങ്ങുക, കർത്താവിന് വേണ്ടി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. ഇവിടെ നമ്മളെ മനസ്സിലാക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മളെ ഓർത്തിരിക്കേണ്ടത് 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനിങ്ങ് പറഞ്ഞുവിടാം. എല്ലാം വിശദീകരിക്കാനായിട്ട് സമയം എടുക്കുന്നില്ല. ഒന്ന്, വാച്ചിങ് ആൻഡ് പ്രേയിങ്, നിരീക്ഷിക്കുക, പ്രാർത്ഥിക്കുക. അടുത്തതായി കർത്താവ് പറയുന്നത് വെയിറ്റിംഗ് ആൻഡ് പ്രിപ്പയറിംഗ്, കാത്തിരിക്കുക, ഒരുക്കിക്കൊണ്ടിരിക്കുക എന്നാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് വരവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നുകൂടെ ഓർപ്പിക്കുന്നു, ലൂക്കോസ് സുവിശേഷകൻ പറയുന്നു വാച്ചിങ് ആൻഡ് പ്രേയിങ്, നിങ്ങൾ കാത്തിരിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക, ഏതു നേരത്തും കർത്താവിന്റെ വരവിന് വേണ്ടി പ്രാർത്ഥിക്കുക. 2, വെയിറ്റിംഗ് ആൻഡ് പ്രിപ്പയറിംഗ്, അവന് വേണ്ടി കാത്തിരിക്കുക. മറ്റൊന്ന്, ഒരുക്കുക, നമ്മളെ തന്നെ ഒരുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന ഒരു വസ്തുത, ഇന്ന് ഈ കാലങ്ങളിൽ ഏറ്റവും കുറച്ച് പ്രസംഗിക്കപ്പെടുന്ന ഒന്നാണ് കർത്താവിന്റെ വരവ്. ഏറ്റവും കുറച്ച് പ്രസംഗിക്കപ്പെടുന്ന ഒന്നാണ് കർത്താവിന്റെ വരവ്. മുൻപൊക്കെ നമുക്കറിയാം, നമ്മുടെ ചെറുപ്രായങ്ങളിലൊക്കെ ഏതൊരു കൺവെൻഷനായിരുന്നാലും സഭകളിലായിരുന്നാലും കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പാട്ടുകൾ, കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ ധാരാളം കേൾക്കുമായിരുന്നു. ഇനി എന്തിനേറെ പറയുന്നു, പ്രഭാതത്തിൽ നമ്മുടെ പിതാക്കന്മാർ എഴുന്നേറ്റ് പാടുന്ന പാട്ട് പോലും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കർത്തന്റെ കാഹളം ഊതും ധ്വനി കേൾക്കുമോ ഈ ദിനം ആരറിഞ്ഞു, വിശ്രമവാസത്തിലാകുമോ നാം, ഏതിനും ഒരുങ്ങ് എന്റെ ആത്മാവേ. അപ്പോൾ അവർ അതിരാവിലെ പോലും പ്രാർത്ഥിക്കുമ്പോൾ പാടുമ്പോൾ പറയുന്നു, കർത്തന്റെ കാഹളം ഇന്ന് കേൾക്കുമോ? അല്ല, ഞാൻ വിശ്രമത്തിലാകുമോ? ഏതിനു വേണ്ടി ആത്മാവേ നീ ഒരുങ്ങിക്കൊള്ളുക. ഇതായിരുന്നു അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും കാത്തിരിപ്പും. എന്നാൽ ഇക്കാലങ്ങളിൽ അത് വളരെ കുറഞ്ഞില്ലേ? അതാണ് ലൂക്കോസ് സുവിശേഷകൻ പറയുന്നത്, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട്. അപ്പോൾ ചിന്തിക്കേണ്ടത് കർത്താവിന്റെ വരവാണ്, മറുവശം ചിന്തിക്കാൻ തുടങ്ങി. ആ ദിവസം കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അത് പെട്ടെന്ന് സംഭവിക്കും എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. അതുകൊണ്ട് ഇസ്രായേലിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവർ മനോഹര ദേശത്തെ നിരസിച്ചു. അവരെ വിളിക്കുമ്പോൾ മരുഭൂമി മന്ന തരാമെന്ന് പറഞ്ഞല്ലല്ലോ വിളിക്കുന്നത്, കാടപ്പക്ഷി തരാമെന്ന് പറഞ്ഞല്ല വിളിക്കുന്നത്, വെള്ളം തരാമെന്ന് പറഞ്ഞല്ല വിളിക്കുന്നത്, വസ്ത്രം തരാമെന്ന് പറഞ്ഞല്ല വിളിക്കുന്നത്. മനോഹരമായൊരു ദേശത്തേക്ക് അവരെ കൊണ്ടുപോകാനല്ലേ അവരെ വിളിച്ചത്. പക്ഷെ വഴിമധ്യം വെച്ച് അത് മറന്നില്ലേ? നമ്മുടെ ജീവിതത്തിൽ ഡെസ്റ്റിനേഷൻ നാം മറക്കരുത്. എന്തിന് കർത്താവ് നമ്മെ വിളിച്ചു? ജീവനുള്ള പ്രത്യാശയ്ക്കായി എന്നാണ് തിരുവെഴുത്തിൽ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നാം പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. എന്നാൽ ഇനി ഞാൻ പറയാൻ താല്പര്യപ്പെടുന്ന വിഷയം, 3 ഗ്രൂപ്പ് ആളുകൾ യേശുക്രിസ്തുവിന്റെ വരവിൽ കൈവിടപ്പെടും. 3 ഗ്രൂപ്പ് ആളുകൾ കൈവിടപ്പെടും. ഞാൻ വേഗത്തിലാവുന്നു, ജസ്റ്റ് തിരുവെഴുത്തിലെ കാര്യങ്ങളാണ്. തിരുവെഴുത്തിനെ തിരുവെഴുത്തുകൊണ്ടാണ് വ്യാഖ്യാനിക്കേണ്ടത്. വീണ്ടും നാം പഠിക്കുമ്പോൾ
3 ഗ്രൂപ്പ് ആളുകൾ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കും. പിന്നെ ഒന്നുകൂടെ ചേർത്ത് പഠിക്കുമ്പോൾ 2 വിധ പ്രതിഫലം ലഭിക്കും. അല്ലെങ്കിൽ പ്രതിഫലത്തിനായി 2 ഗ്രൂപ്പായി തിരിക്കപ്പെടും. ഇത്രയും കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പഠനത്തിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശാന്തമായി ഓർപ്പിപ്പാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിപ്പാൻ ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്. കർത്താവിന്റെ വരവിൽ നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നാമും നമ്മുടെ കർത്താവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരരുത്. കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കണം. അതുകൊണ്ടാണല്ലോ യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും. അപ്പോൾ കേൾക്കണം, കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കണം. ചിലരെയൊക്കെ ഫോൺ ചെയ്യുമ്പോൾ നമുക്കറിയാം പരിധിക്ക് പുറത്താണ്, ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നൊക്കെ നമുക്ക് ശബ്ദം കേൾക്കാൻ കഴിയും. എന്നാൽ യേശുവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ പ്രതികരിക്കാതിരുന്നാൽ പിന്നെ പ്രതികരിച്ചിട്ട് കാര്യമില്ല. പരിധിക്ക് പുറത്താണെങ്കിൽ പിന്നെ എന്നും പരിധിക്ക് പുറത്തായിരിക്കും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കണം. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ പേർ ചൊല്ലി വിളിക്കുന്നു. അപ്പൊ കർത്താവുമായിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും അകന്നു പോകരുത്. ഗോഡ് ഈസ് ഓൾവേസ് ഇൻ ലൈൻ. ദൈവം എപ്പോഴും ലൈനിലുണ്ട്. നാം എവിടെ ഇരുന്ന് വിളിച്ചാലും എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും കേൾക്കുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. അപ്പോൾ കർത്താവിന്റെ വരവിൽ 3 ഗ്രൂപ്പ് ആളുകൾ തള്ളപ്പെടുമെന്ന് ഞാൻ പറയുണ്ടായി. അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് മത്തായി സുവിശേഷം 22-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലാണ് നാം പഠിക്കുന്നത്. അതെന്താന്ന് ചോദിച്ചാൽ, യജമാനൻ കല്യാണ സദ്യക്ക് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിച്ചു. സമയമായി എല്ലാം ക്രമീകരിക്കപ്പെട്ടു, എല്ലാം ഒരുക്കി വെച്ചിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് ഫോർ ഓൾ തിങ്സ് ആർ നൗ റെഡി. ഇപ്പോൾ എല്ലാം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു, വന്ന് ഭക്ഷിച്ചാൽ മാത്രം മതി. അതുപോലെ എല്ലാം ക്രമീകരിച്ചിട്ട് അവരെ വിളിക്കാൻ ആളയച്ചു. ഇത് യഹൂദന്മാരുടെ ആചാര രീതിയാണ്. ഇങ്ങനെ ആളയച്ചപ്പോൾ അവർ ഒഴിവൊഴിവ് പറഞ്ഞു. ഒരുത്തന് പൊസഷൻ, തന്റെ അവകാശം അല്ലെങ്കിൽ വസ്തു. ഒരുവന് ബിസിനസ്. ലൂക്കോസ് സുവിശേഷത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവന് ബിസിനസ്. മൂന്നാമത് ഒരുവന് റിലേഷൻ, ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നു, അവന് ബന്ധം വിട്ടു വരാൻ കഴിയുന്നില്ല. അപ്പോൾ പൊസഷൻ, ബിസിനസ് ആൻഡ് റിലേഷൻ, ഇത് 3 ഉന്നതമായ ശ്രേഷ്ഠമായ ഒരു കല്യാണ സദ്യക്ക് പോകാൻ തടസ്സമായി നിന്നു. അതല്ലേ ഇന്നും പ്രശ്നമായി നിൽക്കുന്നത്. എന്നാൽ കർത്താവ് എന്താ ചെയ്തതെന്ന് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. തിരുവെഴുത്തിൽ നമ്മൾ പിന്നീട് പഠിക്കുമ്പോൾ അവരെ പിന്നീട് ഒരു ക്ഷണം അവർക്ക് കൊടുത്തില്ല, ഒരു സെക്കൻഡ് ചാൻസ് അവർക്ക് കൊടുത്തില്ല. എന്നാ പിന്നെ പോയി അവരുടെ കാര്യങ്ങളൊക്കെ പറ, ഇതൊന്നും പറയാൻ കർത്താവ് താല്പര്യപ്പെടുന്നില്ല. അർഹതയില്ലാത്തവരെ അകത്ത് പ്രവേശിപ്പിക്കുകയാണ്. എന്നാൽ അവിടുത്തെ രീതി അനുസരിച്ച് ഈ വഴിത്തലക്കലിരുന്നവരും യാചകരുമായ എല്ലാ ആൾക്കാരും അകത്ത് കയറുന്നു. ഇത് കർത്താവ് ഉപമയായി പറഞ്ഞൊരു കാര്യം. അകത്ത് കയറുമ്പോൾ വസ്ത്രം വാങ്ങി വേണം അകത്ത് കയറാൻ. വസ്ത്രം വാങ്ങി വേണം അകത്ത് കയറുവാൻ. എന്നാൽ ഈ വസ്ത്രം വാങ്ങി അകത്ത് കയറിയ ഒരുവൻ, അവൻ എങ്ങനെയോ അകത്ത് കയറി. ഒന്നുകിൽ വസ്ത്രം വാങ്ങി കയറി കാണും, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴിയിലൂടെ അകത്ത് കയറി കാണാം. പക്ഷെ യജമാനൊന്ന് ഇൻസ്പെക്ഷൻ നടത്താൻ വന്നു. ഒരു ഇൻസ്പെക്ഷന് വേണ്ടി വന്നപ്പോൾ യവൻ തന്റെ പഴയ വസ്ത്രവുമായിട്ടിരിക്കുകയാണ്. ജീവിതം സൂക്ഷിക്കാത്ത ഒരു വ്യക്തി യേശുവിന്റെ വരവിൽ എടുക്കപ്പെടുകയില്ല, തള്ളപ്പെടും. നമ്മുടെ ജീവിതം സൂക്ഷിപ്പാൻ നാം വളരെ ശ്രദ്ധിക്കണം. ദാവീദ് പറയുന്നു, എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു, എന്റെ കാൽ വഴുതിയതും ഇല്ല. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യം സർദീസ് സഭയോട് പറയുന്നു, ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ എനിക്കുണ്ട്.
ഉടുപ്പും മല്ലമാകാത്ത കുറെ പേർ സർവീസിൽ എനിക്കുണ്ട്. അവർ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് നടക്കും. അപ്പൊ ഉടുപ്പും മല്ലമാകാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അതിന്റെ അർത്ഥം. ജീവിതം സൂക്ഷിക്കുന്നവർ അവിടെയുണ്ട്. ഇനി വെളിപ്പാട് പുസ്തകം നാം വീണ്ടും പഠിക്കുമ്പോൾ 16:15 തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊണ്ടുള്ളവൻ ഭാഗ്യവാൻ. അപ്പോൾ ഉടുപ്പ് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, വസ്ത്രം സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതവശം സൂക്ഷിക്കുക എന്നുള്ളതാണ്. നാം വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതം, നാം കർത്താവിന് വേണ്ടി ഇറങ്ങിയ സമയത്ത് ആദ്യ സ്നേഹം നാം വിട്ടുകളയരുത്. നമ്മുടെ ജീവിതം അവസാനം വരെയും ആ വിശ്വാസം നാം മുറുകെ പിടിക്കണം. അതിനുവേണ്ടി നാം ഒരുപക്ഷെ പോരാട്ടം സഹിക്കേണ്ടി വന്നാലും നാം അത് സഹിക്കുവാൻ തയ്യാറാകണം എന്ന് നമ്മൾ മറക്കരുത്. ഇവിടെ വിരുന്നുവാഴി യജമാനൻ വരുന്നു, അവനെ കാണുന്നു, എന്നാ വസ്ത്രം കൊണ്ട് കൊടുത്ത് നീ ഇട്ടോളം പറയുന്നില്ല. പിന്നെ അവനൊരു ചാൻസ് കൊടുക്കുകയല്ല. പിന്നെ ചെയ്യുന്നത് അവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുക. അവിടെ നാം പഠിക്കുന്ന പണ്ടേ ഒരു പാട്ട് അതിനെക്കുറിച്ച് നമ്മുടെ ഗീതാവലിയിൽ, ശിവൻ ഗീതാവലിയിലുണ്ട്. രാജനോ വിളിച്ചു ചൊന്നു ശുഭവസ്ത്രം വിട്ടോ, രാജവിരുന്നിൽ കടക്ക പതിവന്ത് മട്ട്, നമ്മെ ഇവൻ നിന്ദിക്കയാൽ ഇരുട്ടിങ്കലിട്ട് നല്ല ശിക്ഷ കൊടുക്കണം തീക്കനിൽ ചുട്ട്. അപ്പൊ കണ്ടോ, അവനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയാണ്. അകത്ത് കയറാൻ ഭാഗ്യം ലഭിച്ചവനല്ലേ, അർഹതയില്ലാത്ത സ്ഥാനത്ത് ലഭിച്ച അർഹതയല്ലേ, പക്ഷെ അവനെ നിലനിൽക്കാൻ കഴിയാതെ പോയി. വസ്ത്രം സൂക്ഷിക്കാത്തവൻ പുറത്തായിരിക്കും. കർത്താവിന്റെ വരവിൽ തങ്ങളെ തന്നെ സൂക്ഷിക്കാത്തവർ ഒരിക്കലും ദൈവസ്ഥനെ കാണുകയില്ല എന്ന് നാം മനസ്സിലാക്കുക. നാം നമ്മെ തന്നെ സൂക്ഷിച്ച് അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ. അതുകൊണ്ടാണല്ലോ പൗലോസ് എഴുതുമ്പോൾ പറയുന്നു, നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിക്കണം. ഇനി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രണ്ടാമത്തെ കാര്യം, മത്തായി സുവിശേഷം തന്നെ 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ നാം മനസ്സിലാക്കുമ്പോൾ, മണവാളിനെ എതിരേൽക്കാൻ പുറപ്പെട്ട കന്യകമാരോടുള്ള ബന്ധത്തിലാണ്. മണവാളിനെ എതിരേൽക്കാൻ പുറപ്പെട്ട കന്യകമാരോടുള്ള ബന്ധത്തിലാണ്. 25-ാം അധ്യായം തുറന്നുള്ള ഭാഗങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. മണവാളിനെ എതിരേൽക്കാൻ പുറപ്പെട്ട മണവാട്ടി അല്ലെങ്കിൽ കന്യകമാർ, ഇതിൽ 5 ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു, 5 ഒറിജിനലായിരുന്നു എന്ന് നമുക്ക് പഠിപ്പാൻ കഴിയുന്നുണ്ട്. ഈ ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനലും തമ്മിൽ തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഞാൻ ഒരിക്കൽ ഏതോ ഒരു കടയിൽ ഒരു സാധനത്തിന് ചെല്ലുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പം ഡ്യൂപ്ലിക്കേറ്റ് തന്നെ വ്യത്യാസമുണ്ടെന്ന് ഈ പറഞ്ഞതിന്റെ അർത്ഥം. നമുക്കറിയാം, നമ്മുടെ കർത്താവ് പറഞ്ഞു, പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യൻ മണലിന്മേൽ പണിതവനുമുണ്ട്. പക്ഷേ പാറമേൽ വീട് പണിതവൻ കട്ടള വയ്ക്കുന്നതിന് മുൻപ് മണലിൽ വീട് പണിതവന്റെ ഡെഡിക്കേഷൻ കഴിഞ്ഞു. ഇതാണ് നാം മനസ്സിലാക്കേണ്ട. ഡ്യൂപ്ലിക്കേറ്റ് ഭയങ്കര പ്രഹസനങ്ങളാണ്. യൂദായുടെ ലേഖനം പറയുന്നു, വെള്ളമില്ലാതെ ഓടുന്ന മേഘങ്ങൾ. ഏതെല്ലാം നിലയിലുള്ള പ്രഹസനങ്ങളാണ് നാം കാണുന്നത്, ഏതെല്ലാം നിലയിലുള്ള അഭിനയങ്ങളാണ്. 10 കന്യകമാരുടെ പോക്ക് കണ്ടാൽ ആരെ തിരിച്ചറിയാൻ ഒക്കും? വസ്ത്രത്തിൽ തിരിച്ചറിയാൻ ഒക്കെയല്ല, വിളക്കിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല. തിരിച്ചറിഞ്ഞത് മണവാളൻ വന്നപ്പോഴാണ്. നാം ഓർക്കുക, വിളക്കിൽ എണ്ണ സൂക്ഷിക്കുന്നില്ലെങ്കിൽ, എണ്ണ പരിശുദ്ധാത്മാവിന് നേരിലാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. സാധാരണ നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ്. അതിനെ ആസ്പദമാക്കി പാട്ടുമുണ്ട്. എണ്ണയുണ്ടോ നിൻ വിളക്കിൽ, നീ ഒരുങ്ങിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള പാട്ട് നമ്മളൊരു സമയത്ത് പാടിയിട്ടുള്ളതാണ്. ഇപ്പൊ അധികം പാടുന്നില്ലെങ്കിലും. അപ്പോൾ നാം മനസ്സിലാക്കുക, വിളക്കിൽ എണ്ണയില്ലെങ്കിൽ, സൂക്ഷിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ വരവിൽ കൈവിടപ്പെടും. കർത്താവ് പറയും, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല
ആ വാക്കൊക്കെ എത്ര വേദനയുള്ള വാക്കുകളാന്ന് ഓർക്കുക. ഈ വിളക്കുമാട് പുറപ്പെട്ട് മണവാളിനെതിരെയൊക്കെ ഒരിയും കെട്ടി പുറപ്പെട്ടിട്ട് ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? അവൾ വിളക്കിൽ എണ്ണയില്ലെങ്കിൽ അവർ പുറത്തായിരിക്കും, തള്ളപ്പെടുമെന്ന് ഓർക്കണം. 3 നാം പഠിക്കുമ്പോൾ മത്തായി സുവിശേഷം തന്നെ നമ്മൾ പഠിക്കുമ്പോൾ മറ്റു കാര്യം പഠിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ തന്നെയാണ് ഈ 2 ഉപമകളും പറഞ്ഞിരിക്കുന്നത്. യജമാനൻ പരദേശത്ത് പോകുമ്പോൾ തന്റെ ദാസന്മാരെ വിളിച്ച് അവർക്ക് താലന്ത് കൊടുക്കുകയാണ്. താലന്ത് കൊടുക്കുമ്പോൾ ഒരുത്തൻ 5, ഒരുത്തൻ 2, ഒരുത്തൻ 1. ഈ താലന്ത് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ്രവ്യത്തിന്റെ കണക്കാണ്. കൊടുത്ത മൂല്യമുള്ള ദ്രവ്യത്തിന്റെ കണക്കാണ്. താലന്ത് 1-2 അർത്ഥത്തിൽ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ താലന്ത് ലഭിച്ച മനുഷ്യൻ 5 ലഭിച്ചവൻ 5 കൂടെ നേടുന്നു, 2 ലഭിച്ചവൻ 2 കൂടെ നേടുന്നു, 1 ലഭിച്ചവൻ കുഴിച്ചിടുന്നു. എന്നാൽ കർത്താവ് വരുന്നു, അല്ലെങ്കിൽ യജമാനൻ വരുന്നു, എല്ലാരെയും വിളിക്കുന്നു. വിളിച്ച് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ചോദിക്കുന്നൊരു കാര്യം ഇതാണ്. കർത്താവ് പറയുന്നു, അല്ലെങ്കിൽ യജമാനൻ പറയുന്നു, ഈ 1 താലന്ത് ലഭിച്ചവനോട് കർത്താവ് ഒരിക്കലും ആ നിലയിലുള്ള ഭാഷ ഉപയോഗിച്ചിട്ടില്ല. ദുഷ്ടനും മടിയനുമായ ദാസനെ. എന്നിട്ട് പറയുന്നത് അവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തു തള്ളാൻ. അപ്പോൾ ദൈവം ഏൽപ്പിക്കുന്നത് എന്തോ അത് ഉപയോഗിക്കാതിരുന്നാൽ വരവിൽ കൈവിടപ്പെടും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. ഈ ഭാഗം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അതിന് മറ്റൊരു തെളിവ് നാം പഠിക്കുമ്പോൾ ഈ 1 താലന്തിന്റെ വില മനസ്സിലാക്കണമെങ്കിൽ പുറപ്പാട് പുസ്തകം 38-ാം അധ്യായം 26-ാം വാക്യം വായിക്കണം. അവിടെ നാം പഠിക്കുമ്പോൾ 1 താലന്റ് എന്ന് പറയുന്നത് 3000 ശേക്കൽ വെള്ളിയാണ്. 1 താലന്റ് എന്ന് പറയുന്നത് 3000 ശേക്കൽ വെള്ളിയാണ്. അപ്പോൾ 3000 ശേക്കൽ എന്ന് പറയുന്നത് 6000 വ്യക്തികളുടെ വീണ്ടെടുപ്പ് വിലയാണ്. പഴയ നിയമത്തിന്റെ വെളിച്ചത്തിൽ 1/2 ശേക്കലാണ് ഒരാളുടെ വീണ്ടെടുപ്പ് വില. അപ്പോൾ 3000 ശേക്കൽ എന്ന് പറയുന്നത് 6000 വ്യക്തികളുടെ വീണ്ടെടുപ്പ് വിലയാണ് ഇവൻ കൊണ്ട് കുഴിച്ചിട്ടത്. കർത്താവ് പറയുന്നു, ദുഷ്ടനും മടിയനുമായ ദാസനെ അവനെ കൈയും കാലും കെട്ടി പുറത്തുള്ള ഇരുട്ടി തട്ടുക. അപ്പൊ ദൈവം ഏൽപ്പിച്ചതിൽ വിശ്വസ്തത പാലിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ, ഏറ്റവും പുറത്ത് ഇരുട്ടെന്ന് പറഞ്ഞൊരു സ്ഥലം, ഇരുട്ടുള്ള ഒരു സ്ഥലമുണ്ട്. പണ്ട് ഒരു ദൈവദാസൻ പറയുണ്ടായി, നരകത്തിൽ തന്നെ പല പല സ്ഥലങ്ങളുണ്ടെന്നാണ്. അതിലൊന്നാണ് ഏറ്റവും പുറത്തുള്ള ഇരുട്ട്. പല അറകൾ, പല സ്ഥലങ്ങൾ. ഈ ഇരുട്ടെന്നൊക്കെ പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയുന്ന ഇരുട്ടല്ല. നമുക്കിപ്പോൾ ഒരിടത്തിരിക്കുമ്പോൾ ലൈറ്റ് പോയാലും നമുക്ക് തപ്പിയൊക്കെ എഴുന്നേറ്റ് പോകാം. അല്ല, മിസ്രൈമിലെ കൂരിട്ട് പഠിക്കണം. മിസ്രൈമിലെ കൂരിട്ട് പഠിക്കുമ്പോൾ ഒരുത്തൻ ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റിട്ടില്ല. 100 കിലോ ഭാരമുള്ള ഉപ്പിയാക്കെടുത്ത് തലയിൽ വെച്ചുകൊണ്ടിരിക്കും. അതാ കൂരിട്ടെന്ന് പറയുന്നത്. അപ്പോൾ നരകത്തിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്ന് ചില ഭക്തന്മാർ അവകാശപ്പെടുന്നുണ്ട് ഈ വചന വെളിച്ചത്തിൽ. അപ്പോൾ 1 താലന്ത് ലഭിച്ചവനെ കൈയും കാലും കെട്ടി പുറത്തിടുകയാണ്. അപ്പൊ ഈ 3 ഗ്രൂപ്പ് ആളുകൾ തള്ളപ്പെടും. 1, വസ്ത്രം സൂക്ഷിച്ചില്ലെങ്കിൽ. 2, വിളക്കിൽ എണ്ണ കരുതുന്നില്ലെങ്കിൽ. ഞാൻ നിങ്ങളെ അറിയുന്നില്ല ഒരു നാളും. 3, താലന്ത്, ദൈവം തന്നിരിക്കുന്ന കൃപകൾ, കഴിവുകൾ എന്തുമാകട്ടെ അത് പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ, നമുക്ക് ദൈവം തരുന്ന കഴിവുകളൊക്കെ ഈ ടാലന്റ് പരിശോധനയിൽ സമ്മാനം മേടിക്കാൻ മാത്രമല്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ ദാവീദിന് കവണയിൽ നല്ല നിപുണനായിരുന്നു ദാവീദ്. കവണയിൽ നിപുണൻ എന്ന് പറഞ്ഞാൽ കവണ മത്സരത്തിൽ 1-ാം സ്ഥാനം ദാവീദിന് തന്നെ കിട്ടും. അതുപോയി കോമ്പറ്റീഷൻ സമ്മാനം മേടിച്ച് ട്രോഫി മേടിച്ചുകൊണ്ട് വെക്കാനായിരുന്നില്ല.
ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു ഗോലിയാത്തിനെ തകർത്ത് തന്റെ ജനത്തെ രക്ഷിപ്പാൻ വേണ്ടി കൊടുത്ത കൃപയായിരുന്നു. ദൈവം തരുന്ന ഏത് ചെറുതോ വലുതോ കൃപ നാം ഉദ്ദേശിക്കുന്ന ചിന്തിക്കുന്നതിലധികം അതീതമായ ചില പ്രവൃത്തികൾക്ക് വേണ്ടി ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാനുള്ളതാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം. അതൊരിക്കലും നമ്മൾ മൂടി വയ്ക്കരുത്. അപ്പോൾ ഈ 3 കൂട്ടം ആളുകൾ തള്ളപ്പെടും എന്ന് നമ്മളെ ഓർക്കണം. എന്നാൽ ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവിന്റെ സന്നിധിയിൽ അവന്റെ വരവെങ്കിൽ 3 കൂട്ടം ആളുകൾ വെളിപ്പെടും. അവന്റെ സന്നിധിയിൽ വെളിപ്പെടും. എടുക്കപ്പെടുന്നവരിൽ തന്നെ 3 കൂട്ടം ആളുകൾ വെളിപ്പെടും. നമുക്കറിയാം, നമ്മളെല്ലാം അതിനുവേണ്ടി നിശ്ചയമായും ഒരുങ്ങണം. ഓരോ ദിവസവും നമ്മുടെ പ്രാർത്ഥന ഏതായിരിക്കണം? സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ ലൂക്കോസ് പറയുന്നത്. സദാകാലവും നമ്മുടെ പ്രാർത്ഥന ഏതായിരിക്കണം? നമ്മൾ എത്ര നാളായി കർത്താവേ ഞങ്ങളുടെ വരവിന് വേണ്ടി എന്നെ ഒരുക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട്? അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. എന്നാൽ 3 ഗ്രൂപ്പ് ആളുകൾ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കും, പ്രതിഫലത്തിനായി നിൽക്കും. ഒന്ന്, ലോത്തിനെ പോലെയുള്ള ആളുകൾ. ലോത്തല്ല, ലോത്തിനെ പോലെയുള്ള ആളുകൾ പ്രതിഫലത്തിനായി നിൽക്കും. ലോത്തിനെ കുറിച്ച് പറയുന്നത് വലഞ്ഞുപോയ നീതിമാൻ. നമ്മളൊക്കെ റൈറ്റ് റവറൻഡ് എന്ന് പറയുന്ന പോലെ ദൈവത്തിന്റെ വചനം പറയുന്നത് വലഞ്ഞുപോയ നീതിമാൻ. ആരെ രക്ഷിക്കാൻ പറ്റി ലോത്തിന്? തനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു, കശിച്ച് രക്ഷപ്പെട്ടു. തന്റെ ഭാര്യയെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല, മക്കളെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല. ഒരിക്കലും ഒരു ചിന്തകൻ പറഞ്ഞത്, ലോത്തിന്റെ നോട്ടം എല്ലാം താഴോട്ടായിരുന്നു, നീരോട്ടമുള്ള ദേശം. ലോത്തിന്റെ ഭാര്യയുടെ നോട്ടം പിറകോട്ടായിരുന്നു. ദൈവം പറഞ്ഞത് ശരിയാണോ? തീ വീഴുമോ? സംശയിച്ചുള്ള നോട്ടമായിരുന്നു. ആ നിപ്പ് ഇന്നും നിപ്പുണ്ടെന്നാ പറയുന്നത്. എന്റെ മക്കളുടെ നോട്ടം പൊതുവിൽ പറയാൻ പറ്റുന്ന നോട്ടമല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, യാതൊരു പ്രതിഫലവും ഇല്ലാത്തവനായി അങ്ങനെ ഒരു ഗ്രൂപ്പ് ആളുകൾ ദൈവസ്നേഹം നിൽക്കേണ്ടി വരും. നമ്മൾ ഓടുന്നതും അധ്വാനിച്ചതും വൃഥാവായി പോയെന്ന് വരാതിരിപ്പാൻ സൂക്ഷിക്കണം. നമ്മൾ ഓടുന്നു, നമ്മൾ അധ്വാനിക്കുന്നു, ഒരിക്കലും വൃഥാവായി പോകാതിരിപ്പാൻ നമ്മെ തന്നെ സൂക്ഷിപ്പാൻ നാം പ്രാർത്ഥിക്കുക. വീണ്ടും നാം മനസ്സിലാക്കുമ്പോൾ ക്രൂശിലെ കള്ളനെ പോലെയുള്ള ഒരു ഗ്രൂപ്പ് ആളുകൾ വെളിപ്പെടും. എന്താണ് ക്രൂശിലെ കള്ളന്റെ പ്രത്യേകത? അവൻ മരിക്കുന്നവരെ, തന്റെ അവസാന ശ്വാസം എടുക്കുന്നവരെയും താൻ ചെയ്തത് കള്ളനായി, മോഷ്ടാവായിട്ടും അറുക്കുന്നവനും മുടിക്കുന്നവനുമായിട്ടൊക്കെ ജീവിച്ചില്ലേ. എന്നാൽ ഒടുവിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞു. കർത്താവിൽ വിശ്വസിപ്പാൻ ഒരു അവസരം ഒരുക്കി. ഒരു പ്രതിഫലവും തനിക്ക് ദൈവത്തിന് ഇല്ല. പ്രതിഫലത്തിനായി ഒന്നും ചെയ്തിട്ടില്ല. ഇതുപോലെ കുറെ ആളുകൾ ദൈവത്തിന് നിൽക്കും. എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ച് ഒടുവിൽ രക്ഷപ്പെട്ട് അങ്ങ് ചെല്ലും. പക്ഷെ ഒരു പ്രതിഫലവും കാണുകയില്ല. കർത്താവിനെ മഹത്വം. ആകയാൽ നാം പ്രതിഫലത്തിനു വേണ്ടി അധ്വാനിക്കുന്നവരാകണം. ഈ ക്രൂശിലെ കള്ളനെ കുറിച്ച് പഠിക്കുമ്പോൾ അവന് വചനം അറിയാവുന്ന കള്ളനാണ്. കാരണം അവൻ പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. അപ്പൊ അവൻ അത്രയൊക്കെ വചനം അറിയാവുന്നവനാണ്. യേശു രാജ്യത്വം പ്രാപിച്ച് വരുമെന്നും ഒക്കെയുള്ള അറിവ് അവനുണ്ടായിരുന്നു. അപ്പൊ നല്ല അറിവുള്ള കള്ളന്മാരും ഉണ്ടെന്ന് നമുക്ക് അവിടെ നിന്ന് പഠിക്കാൻ കഴിയും. എന്നാൽ ഇനി മറുവശം നമ്മൾ ചിന്തിക്കുമ്പോൾ നിത്യതയോടുള്ള ബന്ധത്തിൽ ആരെയും കൂട്ടുപിടിക്കരുത് എന്ന് പറഞ്ഞാൽ സഹദൈവമക്കളുമായിട്ടുള്ള ബന്ധം വിടണമെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. നിത്യതയോടുള്ള ബന്ധത്തിൽ നമുക്ക് കൂട്ടുപിടിക്കാൻ കൊള്ളാകുന്നവരുമായിട്ട് മാത്രമേ കൂട്ടുപിടിക്കാവൂ. ഉദാഹരണം,
രണ്ട് കള്ളന്മാരെ ഒരുമിച്ചല്ലേ യേശുവിനോടൊപ്പം ക്രൂശിക്കുന്നത്, ഇടത്തും വലത്തുമായിട്ട്. ഒരുത്തൻ യേശുവിനെ തള്ളിപ്പറയല്ലേ, നീ ദൈവപുത്രനെങ്കിൽ ഇറങ്ങി വാ, ഞങ്ങളെ രക്ഷിക്കുക, നിന്നെ തന്നെ രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് ആ മരിക്കാൻ സമയത്ത് പോലും ഒരു നല്ല വാക്ക് പറയുന്നുണ്ടോ? എന്നാൽ അവന്റെ കൂടെ ക്രൂശിക്കാൻ മറ്റേ കള്ളൻ ഈ കള്ളനെ കൂട്ടുപിടിച്ചില്ലല്ലോ. നിത്യതയോടുള്ള ബന്ധത്തിൽ ആരെയും കൂട്ടുപിടിക്കരുത്. കൂട്ടുപിടിക്കാവുന്നവരെ മാത്രമേ കൂട്ടുപിടിക്കാവൂ എന്ന് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണല്ലോ കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് വ്യക്തമായത്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതായാലും തീയതായാലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ദൈവത്തിന് ന്യായാസന മുമ്പാകെ നിൽക്കേണ്ടി വരും. ആകയാൽ ക്രൂശിലെ കള്ളനെ പോലെയുള്ള ഒരു ഗ്രൂപ്പ് ആളുകൾ ദൈവസേനയിൽ നിൽക്കേണ്ടി വരും, ഒരു പ്രതികൂലവും ഇല്ലാതെ പോകും. എന്നാൽ മൂന്നാമതൊരു ഗ്രൂപ്പ് ആൾക്കാർ പൗലോസിനെ പോലെയുള്ള ഒരു ഗ്രൂപ്പ് ആളുകൾ നിൽക്കും. എന്താണ് പൗലോസിനെ പോലെയുള്ള ആളുകളുടെ പ്രത്യേകത? പൗലോസ് തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ എത്തുമ്പോൾ പൗലോസ് പറഞ്ഞ ഒരു വാക്യം വളരെ ശ്രദ്ധേയമാണ്. എന്താണ് പൗലോസ് പറയുന്നത്? ഞാൻ നല്ല പോർ പൊരുതു, എന്റെ ഓട്ടം തികച്ചു, എന്റെ വിശ്വാസം കാത്തു, ഇനി ഒരു നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വച്ചിരിക്കുന്നു. പൗലോസ് തന്റെ ജീവിതത്തിൽ 3 വശങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയ 3 വശങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയ ഒന്ന് പുറകോട്ട് നോക്കി താൻ പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതു. ചുറ്റുപാടുകളിലേക്കൊന്ന് നോക്കിയപ്പോൾ തനിക്ക് വേണ്ടി വാൾ ഒരുങ്ങിക്കഴിഞ്ഞു, താമസിയാതെ കൊല്ലപ്പെടുക, തല കണ്ടിക്കുക, ശിരച്ഛേദം ചെയ്യാൻ പോവുകയാണ്. എന്നാൽ അത് കണ്ട് ഭയപ്പെടുന്നില്ല. പൗലോസ് പറയുന്നു, എന്റെ നിര്യാണകാലം അടുത്തു. 3 ഭാവി ഒന്ന് നോക്കുന്നു. ഭാവി നോക്കി പൗലോസ് പറയുന്നു, എന്റെ തല കണ്ടിച്ചിടും, എന്റെ തല മുറിയും, ശരീരത്തിൽ നിന്ന് മാറ്റപ്പെടും, പക്ഷേ ആ തലയിൽ ഒരു കിരീടം ഇരിക്കുന്ന ഒരു ദിവസമുണ്ട്. അപ്പോൾ ഈ 3 ഗ്രൂപ്പ് ആളുകൾ പ്രതിഫലത്തിനായി വെളിപ്പെടുമ്പോൾ പൗലോസ് കൂട്ടിച്ചേർത്തൊരു വാക്കുകൂടുണ്ട്. അതുകൂടെ ഞാൻ പറയാം. അത് എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും തന്നെ. അപ്പോൾ അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചവർക്കും, അത് ആരെല്ലാം പ്രിയം വെച്ചോ അവർക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ലോത്തിനെ പോലെ പ്രതിഫലം നഷ്ടപ്പെട്ടവരായി നിൽക്കരുത്. ലോത്തിനെ കുറിച്ച് ഒരു ഭാഗം കൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നവൻ പലതും കണ്ടും കേട്ടും മനസ്സ് നൊന്തെന്ന. ഈ ആവശ്യമില്ലാത്തത് കാണാനും കേൾക്കാനും പോയാൽ മനസ്സ് നോവും, മനസ്സ് വേദനിക്കും. ആവശ്യമുള്ള എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്, കേൾക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ പലതും കണ്ടും കേട്ടും ഇവിടെ മനസ്സ് നൊന്തുപോയി. പലതും കാണാനും കേൾക്കാനും അല്ലല്ലോ ദൈവം നമ്മെ വിളിച്ചത്. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുതെന്ന് ദൈവം എത്ര വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ആകയാൽ പ്രിയമുള്ളവരെ, നമ്മൾ ലോത്തിനെ പോലുള്ളവരായി തീരരുതേ. സാഹചര്യങ്ങൾ എത്രയോ മോശമാകട്ടെ, അനുകൂലമോ പ്രതികൂലമോ ആകട്ടെ, നമ്മൾ ലോത്തിനെ പോലുള്ളവരായി തീരരുത്. ക്രൂശിലെ കള്ളനെ പോലെ എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ച് അവസാനം ഏറ്റുപറഞ്ഞ് ശുദ്ധീകരിച്ച് നിത്യതയിൽ എത്താമെന്നുള്ള ചിന്തയോടെ ജീവിക്കരുത്. നിത്യയിൽ ഒരുപക്ഷെ എത്തുമായിരിക്കും, പക്ഷേ എന്നാൽ പ്രതിഫലമൊന്നും കിട്ടാതെ പോകും. നിത്യയിൽ എത്തണമെങ്കിൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ 3 ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ തള്ളപ്പെടുമെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ആ ആശയത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ചിന്തിക്കാൻ. അപ്പോൾ ഈ 3 ഗ്രൂപ്പ് ആളുകൾ കർത്താവിന്റെ സന്നിധിയിൽ പ്രതിഫലത്തിനായി നിൽക്കും. പൗലോസിന്റെ ജീവിതത്തിലെ 3 നോട്ടങ്ങൾ: ഒന്ന് പിറകോട്ട് നോക്കുന്നു, ചുറ്റുപാടുകളെ നോക്കുന്നു, ഭാവിയെ നോക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ പിറകോട്ട് നോക്കി പരാജയങ്ങൾ ഉണ്ടെങ്കിലും
പുറകോട്ട് നോക്കി നമുക്ക് ഞാൻ നല്ല പോർ പൊരുതു എന്ന് പറയുവാൻ ഒരു സാക്ഷ്യം ലഭിക്കത്തക്കവണ്ണം നാം മുൻപോട്ട് ഓടുവാൻ നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ചുറ്റുപാടുകൾ വാൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും പൗലോസ് പറയുന്നു, എന്നെ നിര്യാണകാലം അടുത്തു, ഞാൻ അക്കരയ്ക്ക് പോകാനുള്ള എന്റെ സമയം അടുത്തു എന്നാണ്. ഞാൻ ഈ തുറമുഖത്ത് നിന്ന് അടുത്ത തുറമുഖത്തേക്ക് പോകാൻ സമയം അടുത്തു എന്നാണ് പൗലോസ് പറയുന്നത്. ചുറ്റുപാടുകളെ കണ്ട് നമ്മൾ ഭയപ്പെടരുത്. ആസാഫിന്റെ ജീവിതം നാം പഠിക്കുമ്പോൾ ആസാഫ് ആദ്യം ചുറ്റുപാടുകളെയൊക്കെ ഒന്ന് നോക്കി. അവ നോക്കിയപ്പം ചുറ്റുപാടുള്ളവർക്കൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ തന്നെ ഒന്ന് നോക്കി, അപ്പൊ തനിക്ക് എന്നും പ്രശ്നവും. പിന്നെ കർത്താവിലേക്കൊന്ന് നോക്കി, അപ്പോഴാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിച്ചത്. അപ്പോഴാണ് തനിക്ക് ഉറപ്പ് ലഭിച്ചത്. ഇങ്ങനെയാണ് വായിക്കുന്നത്, നിശ്ചയമായി നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ നീ എന്നെ മഹത്വത്തിൽ കൈക്കൊള്ളും. ഇപ്പൊ ചുറ്റുപാടുകളെ നോക്കി ആവലാതിപ്പെടരുത്, നമ്മെ നോക്കി ഭാരപ്പെടരുത്. നമ്മുടെ ഭാവി കർത്താവിന്റെ കയ്യിലല്ലേ. നമ്മുടെ ഭാവി ഓർക്കണം, ഒരു കിരീടം നമ്മുടെ തലയിൽ വന്നിരിക്കും. ഈ പ്രത്യാശയോടെയാണ് നാം ജീവിക്കേണ്ടത്. ഇനി നാം മനസ്സിലാക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായി ഓർപ്പിച്ചത്. ഒന്ന്, 3 ഗ്രൂപ്പ് ആളുകൾ കർത്താവിന്റെ വരവിൽ തള്ളപ്പെടും. ഒന്ന്, വസ്ത്രം സൂക്ഷിക്കാത്തവർ, ജീവിതം സൂക്ഷിക്കാത്തവർ. 2, താലന്ത് സൂക്ഷിക്കാത്തവർ. 3, വിളക്കിൽ എണ്ണ സൂക്ഷിക്കാത്തവർ. 3 ഗ്രൂപ്പ് ആളുകൾ പ്രതിഫലത്തിനായി നിൽക്കും. 1, ലോത്തിനെ പോലെയുള്ള ആളുകൾ, എല്ലാം നഷ്ടപ്പെട്ടു, ഒന്നും നേടുവാൻ കഴിഞ്ഞില്ല. ക്രൂസിലെ കള്ളനെ പോലെയുള്ള ആളുകൾ അവസാന നിമിഷം കർത്താവിനോടൊത്ത് ക്രൂസിലായതുകൊണ്ട് രക്ഷപ്പെട്ടു, പക്ഷെ പ്രതിഫലമില്ല. പൗലോസിനെ പോലുള്ള ഒരു കൂട്ടം ആളുകൾ പ്രതിഫലത്തിനായി വളരെ പ്രത്യാശയോടെ നിൽക്കും. ഇനി 2 വിധ പ്രതിഫലങ്ങളാണ് ദൈവം വെച്ചിരിക്കുന്നത്. അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. 1, വെന്തുപോകുന്ന പ്രതിഫലം. 2, നിലനിൽക്കുന്ന പ്രതിഫലം. ഇത് രണ്ടും അപ്പോസ്തലനായ പൗലോസ് തന്നെ തന്റെ ലേഖനത്തിൽ, കൊരിന്ത്യർ ലേഖനത്തിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. 1, നിലനിൽക്കുന്ന പ്രതിഫലം. അതിന് പൗലോസ് പറയുന്നത് അതിന് പൗലോസ് പറയുന്നത് 2 വസ്തുക്കളെ ആണ് കാണിക്കുന്നത്. 1, മരം, പുല്ല്, വൈക്കോൽ. 2, സ്വർണം, വെള്ളി, വിലയേറിയ കല്ല്. അപ്പോൾ ചിലർക്ക് നിലനിൽക്കുന്ന പ്രതിഫലം ലഭിക്കും, ചിലർക്ക് പ്രതിഫലം വെന്തുപോകും എന്ന് പറഞ്ഞാൽ നഷ്ടമായി പോകും. എന്താണ് നിലനിൽക്കുന്ന പ്രതിഫലം, എന്താണ് വെന്തുപോകുന്ന പ്രതിഫലം എന്ന് പൗലോസ് പറഞ്ഞു. വെന്തുപോകുന്ന പ്രതിഫലത്തെക്കുറിച്ച് ഞാൻ ആദ്യം ഓർപ്പിക്കാം. മരം, പുല്ല്, വൈക്കോൽ, സ്വർണം, വെള്ളി, വിലയേറിയ കല്ല്. ഇത് രണ്ടും തീയിലൂടെയാണ് ശോധന ചെയ്യുന്നത്. ഇനി മരമായാലും വൈക്കോലായാലും തീയിലൂടെയാണ് ശോധന ചെയ്യുന്നത്. മരമായതുകൊണ്ട് വെള്ളമൊഴിച്ച് കഴുകല്ല, തീയിലൂടെ തന്നെ. പുല്ലായതുകൊണ്ട് വേറെ രീതിയൊന്നുമില്ല, തീയിലൂടെ തന്നെ. അപ്പോൾ മരവും പുല്ലും വൈക്കോലും, സ്വർണവും വെള്ളിയും വിലയേറിയ കല്ലും തമ്മിലുള്ള വ്യത്യാസം പറയാം. ഞാൻ ദീർഘവർഷങ്ങൾ വൈറ്റില താമസിച്ചിരുന്നു. വൈറ്റില ഷാരോൺ ചർച്ചിൽ ശുശ്രൂഷകനായിരുന്നു ഏകദേശം 14 വർഷങ്ങൾ. ഞങ്ങൾ താമസിക്കുന്ന തൊട്ട് ബാക്കിൽ ഒരു വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരു മർത്തോമക്കാരൻ അച്ചാനുണ്ട്. അദ്ദേഹം കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ്. പലപ്പോഴും ചർച്ചിൽ ആരാധനയ്ക്ക് വരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ആളുടെ വിഭാഗത്തിന് അദ്ദേഹം എറണാകുളത്ത് ജോയി ആലോകാസിൽ പോയി 10 ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങി. ആരും അറിയാതെ അത് ബാഗിനകത്ത് വെച്ച് തന്റെ വണ്ടിയിൽ കയറി അത് വീട്ടിൽ കൊണ്ടുവന്നു. ആരോടും പറഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. അതേ സമയത്ത് അതുപോലെ തന്നെ മറ്റൊരാള് പോയി ഒരു 10,000 രൂപയുടെ വൈക്കോല് മേടിച്ചു. അവിടെ മൈതാനത്ത് കൂട്ടിയിട്ടിരിക്കുന്ന വൈക്കോൽ അതൊരു ട്രക്കിനകത്ത് കയറ്റി ഇങ്ങനെ കൊണ്ടുവരിക, MG റോഡിൽ കൂടെ കൊണ്ടുവരിക.
സൈഡിൽ കൂടെ സൈക്കിളുകാരന് പോലും പോകാൻ ഒക്കുന്നുമില്ല. ഇതാണ് വൈക്കോലും സ്വർണവും തമ്മിലുള്ള വ്യത്യാസം. ഈ പലരുടെയും വില കുറഞ്ഞ വൈക്കോല് വലിയ വണ്ടി കയറ്റി എന്തോ ഒരു പ്രഹസനമാണെന്നറിയാമോ? ഭയങ്കര പ്രഹസനം. ഒരു സൈക്കിളുകാരന് പോലും സൈഡും കിട്ടുകയില്ല. എന്നാൽ സ്വർണമോ വെള്ളിയോ മേടിക്കുന്ന വ്യക്തി ട്രക്കിൽ കയറ്റി കൊണ്ടുവരികയല്ല ചെയ്യുന്നത്. അതാരും അറിയുന്നില്ല. ഈ ഭാഗത്തുനിന്നൊരു കാര്യം നാം മനസ്സിലാക്കുക. ഒന്ന്, കീർത്തിക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ. രണ്ട്, കിരീടത്തിന് വേണ്ടി അധ്വാനിക്കുന്നവർ. എന്താണ് കീർത്തിക്ക് വേണ്ടി അധ്വാനിക്കുന്നത്? സുവിശേഷങ്ങൾ പഠിച്ചാൽ മതി. മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളൊക്കെ പഠിച്ചാൽ അതിന്റെ അവസാന ഭാഗങ്ങളിലൊക്കെ നമ്മൾ കാണുമ്പോൾ വ്യക്തമായി നമ്മൾ കാണുന്നില്ലേ? അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി. അതാണ് കീർത്തിക്ക് വേണ്ടി അധ്വാനിക്കുന്നവരുടെ പ്രതിഫലം. ഇവിടെ കിട്ടിപ്പോയി. നമുക്കറിയാം, ദാവീദ് 75-ൽ പരം സങ്കീർത്തനം എഴുതി. ഇതിൽ ഒരു സങ്കീർത്തനത്തിലും ഗോലിയാത്തിനെ കൊന്നവർ എഴുതിയിട്ടില്ല. ഗോലിയാത്തിനെ കൊന്നവർ എഴുതിയിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കാണുന്നെങ്കിൽ എന്നോടൊന്ന് പറയണം. നമ്മളെങ്ങാണ് ഒരു ഗോലിയാത്തിനെ കൊന്നെങ്കിൽ സത്യത്തിൽ എന്തുമായിരിക്കും? 75 അല്ല 750 സങ്കീർത്തനം എഴുതിയാൽ തീരും. കാരണം ദാവീദ് പറയുന്നൊരു വാക്യമുണ്ട്, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരണമേ. നമ്മളിലൂടെ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവനാമത്തിന് മഹത്വമായിരിക്കണം. ചെറുതോ വലുതോ ആയ വലിയ കാര്യങ്ങൾ ദൈവം നമ്മളിലൂടെ ചെയ്യും. ദൈവത്തിന് ചെയ്യാൻ കഴിയും. എന്നാൽ നമ്മളിലൂടെ ദൈവം ചെയ്യുന്ന ഏതൊരു ചെറുതോ വലുതോ ആയ പ്രവൃത്തികൾ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വം വരുവാൻ കാരണമായി തീരട്ടെ. കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ കീർത്തിക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ പലരും വായിച്ചിരിക്കും. കാനവച്ചൻ എഴുതിയ പല പുസ്തകങ്ങളുള്ളതിൽ ഒരു പുസ്തകം ഓർമ്മയിലെ മുള്ളുകളും കല്ലുകളും. അത് വാങ്ങാൻ കിട്ടുന്ന ഒരു നല്ല പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ ചിന്തകളും അദ്ദേഹത്തിന്റെ അനുഭവങ്ങളുമാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഒരിക്കലും ഒരു കൺവെൻഷന് പോയിട്ട് ആ കൺവെൻഷൻ ലാസ്റ്റ് ദിവസം പ്രസംഗിക്കുന്ന കാനവച്ചനാണ്. അവസാന ദിവസ പ്രസംഗത്തിന് ശേഷം ഈ കാനവച്ചൻ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ ആ വീട്ടിലെ സഹോദരന് ഭക്ഷണമൊക്കെ എടുത്തു കൊടുത്തു. ഉടനെ അച്ഛൻ ചോദിച്ചു, എന്താ ബ്രദറെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നത്, ഒരു സന്തോഷം കാണുന്നില്ല, ഇത്രയും നല്ല മീറ്റിംഗ് ഒക്കെ നടത്തിയിട്ട്? അദ്ദേഹം പറഞ്ഞു, അതെനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു അവസരം കിട്ടിയില്ല. ഏതാ കൺവെൻഷന് പ്രാർത്ഥിക്കാൻ ഒരവസരം കിട്ടിയില്ല. ഉടനെ അച്ഛൻ പറഞ്ഞു, ആട്ടെ സഹോദരാ, ഭാരപ്പെടണ്ട, ഞാൻ ഇന്ന് പോകുന്നില്ലല്ലോ, ഞാനിവിടെ ഉണ്ടല്ലോ, ഇന്ന് രാത്രി നമുക്കിരുന്ന് കുറച്ചു നേരം പ്രാർത്ഥിക്കാം. ഉടനെ അദ്ദേഹം പറയുക, അന്ന് രാത്രി ഇവിടെ മയക്കിരിക്കുന്നു. നമ്മളൊന്ന് ഓർത്തു നോക്കൂ. ഇത് അച്ഛന്റെ പുസ്തകത്തിലെ കാര്യമായി പറയുന്നു, അല്ല ഭാവനയൊന്നും പറയല്ല. നമ്മളൊന്ന് ഓർത്തു നോക്കിയേ, എന്താ ഒരു കാര്യം, ഒരു പ്രാർത്ഥിക്കൽ പോലും അതിന് ഉദ്ദേശം എന്തെന്ന് മനസ്സിലാക്കണം. അപ്പൊ കീർത്തിക്ക് വേണ്ടി അധ്വാനിക്കുന്നവരുണ്ട്. പ്രാർത്ഥിച്ചാൽ മൈക്ക് വേണം, അല്ലെങ്കിൽ രണ്ടുപേര് കേൾക്കണം. മറ്റൊന്ന്, കിരീടത്തിന് വേണ്ടി അധ്വാനിക്കുന്നവർ. അതാണ് പൗലോസ് പറയുന്നത്, ഒരു കിരീടം എന്റെ തലയിലിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ലോകത്ത് നമുക്ക് എന്ത് മാന്യത ലഭിച്ചാലും ഇന്ന് കാണുന്നവർ നാളെ മറയില്ലേ? കീർത്തി നേടിയ പലരും ഇന്ന് ലോകത്തില്ലല്ലോ. അവരെല്ലാം മൺമറഞ്ഞു പോയില്ലേ? നാമും മറയും ഇന്നല്ലെങ്കിൽ നാളെ. നമുക്ക് നിത്യമായ ഒരു പ്രതിഫലത്തിന് വേണ്ടിയാകണം നമ്മുടെ ഓട്ടവും നമ്മുടെ അധ്വാനവും. അപ്പോൾ കീർത്തിക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒത്തിരി ആളുകൾ നമുക്ക് കാണാൻ കഴിയും. എന്ത് ചെയ്താലും പലത്. പക്ഷേ ആരും അറിയാതെ കിരീടത്തിന് വേണ്ടി അധ്വാനിക്കുന്നവർ നമ്മുടെ ജീവിതത്തിൽ നാം കീർത്തിക്ക് വേണ്ടിയല്ല, കിരീടത്തിന് വേണ്ടി തന്നെ അധ്വാനിക്കുന്നവരായിരിക്കാം
കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇനി മറ്റൊന്നുണ്ട് കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥനാ വിഷയമുണ്ട്. ഒന്ന് രണ്ട് വിഷയങ്ങൾ പ്രാർത്ഥിക്കാനുണ്ട്. ആ പ്രാർത്ഥിപ്പാനുള്ള സമയം കൂടെ നമുക്ക് വേർതിരിക്കാം. അപ്പോൾ രണ്ടു കൂട്ടം ആളുകൾ, ഒന്ന് വെന്തുപോകുന്ന പ്രതിഫലം, നിലനിൽക്കുന്ന പ്രതിഫലം. മരം പുല്ല് വൈക്കോൽ തീയിലൂടെ കടന്നുപോയപ്പോൾ വെന്തുപോയി. ഒരു പൊട്ടലും ഒരു ചീറ്റലും ഒക്കെ കണ്ടു, പക്ഷെ വെന്തുപോയി. എന്നാൽ സ്വർണം, വെള്ളി, വിലയേറിയ കല്ല് വെന്തുപോയില്ല. അത് ശോഭയോടെ പുറത്തു വരിക. നമുക്ക് നിലനിൽക്കുന്നതായ ചിലതിനെ മുറുകെ പിടിക്കണം. അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ പറഞ്ഞു, ഹോൾഡ് ഓൺ വാട്ട് ഈസ് എറ്റേണൽ. നിത്യമായതിനെ പിടിച്ചുകൊള്ളുക. നാം മുറുകെ പിടിക്കേണ്ടത് നിത്യമായതിനു വേണ്ടിയാണ്. അതിനായി കർത്താവ് നമ്മെ ഒരുക്കണം. അതിനായി നാം ഒരുങ്ങണം. ഈ വചന കേൾവിയൊക്കെ ഈ പ്രിയമുള്ളവർ ഇങ്ങനെയൊക്കെ സമയം വേർതിരിച്ച് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് പലരെയും നീതിയിലേക്ക് തിരിക്കാൻ വേണ്ടിയാണ്, പലരെയും കർത്താവിലേക്ക് തിരിക്കാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. എന്നാൽ ഇനിയും വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യം നാം വായിക്കുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ സൂക്ഷിക്കുക. അതെന്നാ, സ്വർഗത്തിൽ കള്ളന്മാരുണ്ടോ നമ്മുടെ കിരീടം എടുത്തുകൊണ്ട് പോവാൻ? ഇവിടെ കള്ളന്മാരെ കൊണ്ട് നമ്മൾ മടുത്തിരിക്കുക. എന്താ ആശയത്തിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്? നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവകാശം മറ്റൊരാൾക്ക് ലഭിക്കാതിരിക്കാൻ നാം സൂക്ഷിക്കണം. അതിനെ ഒരിക്കലൊരു ഭാവന ഒരാൾ പറഞ്ഞത് ഞാൻ കേട്ടു. അത് തിയോളജിക്കലായിട്ടൊന്നും അത് കണക്കൂടണ്ട, നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. തിയോളജിക്കലായിട്ട് അത് കണക്കാക്കരുത്, അല്ലെങ്കിൽ വേദശാസ്ത്രപരമായിട്ട് അതൊന്നും അത് മനസ്സിലാക്കേണ്ട. ഒരു ഭാവനയെന്ന് മാത്രം മനസ്സിലാക്കിയത്. ഈ സ്വർഗത്തിൽ നമ്മൾ ചെന്നു, പ്രതിഫലത്തിനായി നമ്മൾ നിൽക്കുമ്പോൾ അവിടെ അബ്രഹാം തുടങ്ങി ഭക്തന്മാരുണ്ടല്ലോ, അവരവിടെ ഉണ്ട്, ദാനിയേലുണ്ട്, പലരും അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ നിൽക്കുമ്പോൾ നമ്മളോട് ചോദിക്കുന്നു, ഇപ്പം ഞാൻ തന്നെ പറയാം, എന്നോട് ചോദിക്കുന്നു എവിടെ ഒന്ന് വരുന്നു. അപ്പോൾ ഞാൻ പറയുന്നു ഞാൻ ഇന്നടത്തൊക്കെ ആയിരുന്നു, ഇപ്പൊ ഡൽഹിയിലാണ്, ഡൽഹിയിൽ നിന്ന് വരുന്നു എന്ന് പറയാമെന്ന് വിചാരിക്കുക. അപ്പോൾ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. അപ്പോൾ നമുക്ക് പ്രതിഫലമെല്ലാം ഇങ്ങനെ നോക്കി ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല പ്രതിഫലങ്ങൾ ഇരിക്കുന്നു, അതിലിപ്പോൾ നമുക്ക് കിട്ടും എന്ന് വിചാരിച്ചിരിക്കുക. ഉടനെ ഈ ദാനിയേൽ മുൻപോട്ട് വരിക എന്ന് വിചാരിച്ചാൽ മതി. ദാനിയേൽ മുമ്പോട്ട് വരിക. ദാനിയേൽ ചോദിക്കുക, ആടെ പ്രാർത്ഥനാ ജീവിതമൊക്കെ എങ്ങനെ ഇരുന്നു? അപ്പം ഞാൻ പറഞ്ഞു, മിക്കവാറും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. ആടെ എത്ര നേരം പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് എന്നോട് ചോദിക്കാമെന്ന് വിചാരിക്കുക. ഞാൻ പറഞ്ഞു 2 നേരം കുറഞ്ഞത് പ്രാർത്ഥിക്കുമായിരുന്നു, പിന്നെ പ്രാർത്ഥന ഉള്ള സമയത്തൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. ഉടനെ ദാനിയേൽ പറയുക, ഒരു ചെറിയ സഭയിലെ ശുശ്രൂഷനായിരിക്കുന്ന നിങ്ങൾക്ക് 3 നേരമോ അല്ലെങ്കിൽ 2 നേരം പോലും ക്ലിയറായിട്ട് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലല്ലോ. 40 രാജ്യങ്ങളുടെ പ്രസിഡന്റ് ആയിരുന്ന ഞാൻ ദിവസം 3 നേരം പ്രാർത്ഥിക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ എന്റെ കിരീടം തെറിച്ചു. ഇതൊരു ഭാവനയാണ്. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. ഇനി മറ്റാളൊന്ന് പറയുകയാണ്, ഞാൻ കർത്താവിന് വേണ്ടിയൊക്കെ അങ്ങനെ ചെയ്തു ഇങ്ങനെ എന്നൊക്കെ പറയുക. ഉടനെ അബ്രഹാം വന്ന് മുമ്പോട്ട് വന്ന് പറയുക, ഞാൻ എൻ്റെ കുഞ്ഞിനെ ഏകജാതനെ അർപ്പിക്കാൻ മനസ്സ് വെക്കാത്തവനാണ് ഞാൻ. അതിന്റെ മുമ്പിലാണോ ഏതാണ്ട് കൊടുത്തെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കിരീടത്തിന് എന്ത് വിലയുണ്ടാകും? അപ്പോൾ ഓർക്കണം, നമ്മൾ ഉന്നതമായ ശ്രേഷ്ഠമായ വിളിയുള്ളവരും ഈ അനുഭവം പ്രാപിച്ചവരും എന്ന് നാം പറയുമ്പോൾ പഴയ പിതാക്കന്മാരെക്കാൾ ശ്രേഷ്ഠമായ അനുഭവം ദൈവം നമുക്ക് വച്ചിരുന്നു എന്ന് എബ്രായ ലേഖനത്തിലുമൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. നമുക്ക് നല്ലതൊന്നും മുൻകരുതിയിരുന്നു. ഈ അനുഭവം പ്രാപിച്ചിരിക്കുന്ന നമ്മൾ പഴയ പിതാക്കന്മാരുടെ അടുത്തുപോലും വരാനുള്ള ആത്മീയ സ്റ്റാറ്റസും പ്രതിഫലവും നമുക്കില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ പ്രതിഫലം? ആകയാൽ നമുക്ക് നമ്മെ തന്നെ ഒരുക്കുവാൻ ഈ വചന കേൾവി ഇടയാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഈ കാര്യങ്ങൾ
നിങ്ങൾ മറന്നു പോകാതെ ഓർത്തിരിക്കുക. 3 ഗ്രൂപ്പ് ആളുകൾ തള്ളപ്പെടും, യേശുവിന്റെ വരവിൽ കാണുകയില്ല. 3 ഗ്രൂപ്പ് ആളുകൾ പ്രതിഫലത്തിനായി നിൽക്കും. 2 ഗ്രൂപ്പിൽ 2 ടൈപ്പ് പ്രതിഫലങ്ങൾ: വെന്തുപോകുന്ന പ്രതിഫലം, നിലനിൽക്കുന്ന പ്രതിഫലം. 2 ടൈപ്പ് ആളുകൾ: കീർത്തിക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ, കിരീടത്തിന് വേണ്ടി അധ്വാനിക്കുന്നവർ. നമ്മുടെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ സൂക്ഷിക്കുക. കർത്താവിന്റെ വരവിന് വേണ്ടി നാം നമ്മെ തന്നെ ഒരുക്കണം. അതാണ് അവന്റെ ശബ്ദം കേൾക്കുന്നവരാകണം. കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കണം. അവന്റെ വചനത്തിന്റെ ശബ്ദം കേൾക്കുന്നവരായിരിക്കണം. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരാതിരിപ്പാൻ സൂക്ഷിക്കണം. 2, ട്രാൻസ്ഫോർമേഷൻ വേഗത്തിലുണ്ടാകും. കണ്ണിമിക്കുന്നതിനിടയിൽ രൂപാന്തരം പ്രാപിക്കും. അതിനുവേണ്ടി വേറെ ഒരുങ്ങാൻ പോകണ്ട. കണ്ണിമിക്കുന്നതിനിടയിൽ ചന്ദ്രനിൽ കാലുകുത്താൻ എത്രയോ മണിക്കൂറുകൾ, ദിവസങ്ങൾ എടുത്ത് ഒരുങ്ങി ക്രമീകരിച്ചാണ് പോകുന്നതെങ്കിൽ കർത്താവിന്റെ കാഹളം ധരിക്കുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ കണ്ണിമിക്കുന്നതിനിടയിൽ ഉണ്ടാകും, രൂപാന്തരം ഉണ്ടാകും. ഇനി ട്രാൻസ്പോർട്ടേഷൻ, നാം എല്ലാവരും മേഘങ്ങളെടുക്കപ്പെടും. ഒരു യൂബറും വിളിക്കണ്ട, ഒരു വണ്ടി അതിനു വേണ്ടി ഒരുങ്ങണ്ട. സെക്കൻഡുകൾക്കുള്ളിൽ കണ്ണിമയ്ക്കുന്നവരെ നാം അവിടെ എത്തിയിരിക്കും. ആകയാൽ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. കർത്താവ് നമ്മെ എല്ലാവർക്കും കൃപ തരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഇങ്ങനെ അവസരം ഒരുക്കിയ പ്രാർത്ഥനാ ധ്വനി ഇവിടെ ചുമതല വഹിക്കുന്ന എല്ലാ കർത്താവിന്റെ ഭൃത്യന്മാർക്കും, വിശേഷാൽ ബെൻസൻ ഡാനിയൽ പാസ്റ്റർക്കും കുടുംബത്തിനും മറ്റ് സഹകാരികളായ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രാർത്ഥനാ സഹകാരികൾക്കും പ്രത്യേകമായ എന്റെ നന്ദിയെ ദൈവത്തിൽ അറിയിക്കുന്നു. തുടർന്ന് നമുക്ക് 1-2 വിഷയം പ്രാർത്ഥിക്കാനുള്ളത്. നമുക്ക് പ്രാർത്ഥിപ്പാൻ കർത്താവെ കൃപ ചെയ്യട്ടെ. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടയ്ക്കുകയും നമുക്ക് ഈ കേട്ട വചനത്തിന് മുമ്പിൽ പ്രിയമുള്ളവരെ ഒരു നിമിഷം നമുക്ക് ഏൽപ്പിക്കാം. നാം ആരും തികഞ്ഞവരല്ല. പൗലോസ് തന്നെ ഒരിക്കൽ പറഞ്ഞു, ഞാൻ പിടിച്ചു കഴിഞ്ഞു എന്ന് നിരൂപിക്കുന്നില്ല, പിടിക്കാമെന്ന് വെച്ച് ഓടുന്നതേ ഉള്ളൂ. നാം ഓടുന്നതേ ഉള്ളൂ. എന്നാൽ നമ്മുടെ വിരുദ്ധ തെറ്റിപ്പാൻ ആരെയും നാം അനുവദിക്കരുത്. അതിനായി നമുക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം, ദൈവത്തിനെ സമർപ്പിക്കാം. അപ്പോൾ തന്നെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞാൻ ഓർപ്പിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റിയിൽ സീനിയർ സഭാ ശുശ്രൂഷനായിരിക്കുന്ന പാസ്റ്റർ CP സാമിന്റെ സഹധർമ്മിണി മേജർ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ അഡ്മിറ്റ് ആയിരിക്കുന്നു. സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദൈവമക്കളും, എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യാം. കർത്താവേ, സ്തോത്രം, 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 സ്തോത്രം. അവൻ തന്റെ വചനം അയച്ചു അവരെ സൗഖ്യമാക്കി. ഈ വചനത്തിന് ക്രിയ ചെയ്യുവാൻ ശക്തിയുള്ള വചനമാണ്, പ്രവർത്തിപ്പാൻ ശക്തിയുള്ള വചനമാണ്. അവൻ ഈ വചനം അയച്ചാൽ അവിടെ സൗഖ്യമാകും. അതല്ലേ ശതാധിപൻ പറഞ്ഞത്, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ. കർത്താവിന് സ്തോത്രം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യേണ്ടതിനെ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. അതുപോലെ കുവൈറ്റ് സിസ്റ്റർ ബ്ലസ്സി സാലുവിന്റെ ആരോഗ്യനിലയിൽ അല്പ പുരോഗതിയുണ്ട്, എങ്കിലും വെന്റിലേറ്ററിൽ കഴിയുന്നു. BP അല്പം ഹൈ ആണ്, അത് നോർമൽ ആകേണ്ടതിന് പ്രാർത്ഥിപ്പാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ചേർന്ന് അല്പസമയം ഈ 2 പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് നമുക്ക് സ്തോത്രത്തോടെ പ്രാർത്ഥിക്കാം. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ യാചിക്കുന്നതിൽ 2 പേർ ഐകമത്യപ്പെട്ടാൽ പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാനത് ചെയ്തു തരാമെന്നുള്ള കർത്താവിന്റെ വചന പ്രകാരം കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അത്ഭുത പ്രവൃത്തി നിന്റെ മക്കളുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവെ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ബാംഗ്ലൂരിലായിരിക്കുന്ന
ആ കർത്തദാസിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതീവ ഗുരുതരാവസ്ഥയിൽ തന്റെ ദാസി ആയിരിക്കുമ്പോൾ വേഗം ഓടുന്ന വചനം അയച്ച് കർത്താവെ, ഞങ്ങളുടെ ദാസിയോട് കരുണ കാണിച്ച് നിന്റെ അത്ഭുത പ്രവൃത്തി അവിടെ വെളിപ്പെടുത്തക്കണം. നീ പ്രവർത്തിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം അത്ഭുതകരമായി പ്രവർത്തിപ്പാൻ, സൗഖ്യമാക്കുവാൻ ഞങ്ങളുടെ കരം നീട്ടുന്നതിനാലേ ഞങ്ങൾ അങ്ങേക്ക് നന്ദിയുള്ള ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് സ്തോത്രം. കുവൈറ്റിലായിരിക്കുന്ന പ്രിയന്റെ ദാസിയെ ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വെന്റിലേറ്ററിൽ കഴിയുന്നു, BP ഹൈ ആയി നിൽക്കുന്നു. എന്നാൽ ഞങ്ങളെ നിർമ്മിച്ചവനും ഞങ്ങളുടെ ഉടയവനുമായ ദൈവമേ, നിന്റെ കരം നിന്റെ ദാസിയുടെ മേൽ വയ്ക്കേണ്ടതിനെ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അത്ഭുതങ്ങളുടെ ദൈവം, നീ അത്ഭുതങ്ങളുടെ ദൈവമാണ്. നീ കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു. നീ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. കർത്താവ്, ഞങ്ങളുടെ വചനം അയച്ച് ആ പ്രിയപ്പെട്ട ഞങ്ങളുടെ ദാസിയോട് കരുണ കാണിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു വ്യക്തി പോലും കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോകാനിട വരാതെ വണ്ണം എല്ലാവരും ദൈവത്തിനെ കാണപ്പെടുവാൻ, കർത്താവെ, മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയാതെ വണ്ണം ദൈവത്തിനെ പ്രതിഫലത്തിനായി നിൽക്കുവാൻ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ചുമതല വഹിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ഈ പ്രാർത്ഥന ധ്വനിയിലൂടെ ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടി, ഇതിന്റെ ഭാഗവാക്കുകളായി ചുമതല വഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനാ സഹകാരികൾക്കായി എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നീ അവർക്കെല്ലാം പ്രതിഫലം കൊടുത്ത് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നുണ്ട്. സ്തോത്രം. യേശു ക്രിസ്തുവിൽ അപേക്ഷിക്കുന്നു. ദയ തോന്നി പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സഹവാസവും കാവലും നാം എല്ലാവരോടും, ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും, ഈ പ്രാർത്ഥനാത്തിനൂടെ എല്ലാ പ്രവർത്തനങ്ങളോടും, ഇതിന്റെ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ടവരോടും, വിശേഷാൽ ശാരീരിക സൗഖ്യമില്ലാതിരിക്കുന്ന പ്രിയപ്പെട്ടവരോടും കൂടെ കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.